السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد فاتقوا الله عباد الله. وعن نعمان بن بشير رضي الله عنه قال رسول الله صلى الله عليه وسلم: أفضل الذكر كل دبر صلاة وكتوبة. رواه البخاري. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഉടനീളം തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക എന്നത് യജമാനനായ അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള ഒന്നാണ്. അഥവാ ദിക്ർ ചൊല്ലുക എന്ന് പറയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, പവിത്രമാണ്, ശ്രേഷ്ഠമാണ്, പ്രതിഫലമുള്ളതാണ് 5 നേര നമസ്കാര ശേഷമുള്ള ദിക്ർ. നമസ്കാരമുള്ള മുസ്ലിമീങ്ങൾ പലപ്പോഴും അശ്രദ്ധയോടെ കാണുന്ന ഒന്നാണ് നിസ്കാര ശേഷമുള്ള ദിക്റുകൾ. ഏതാണ്ട് സലാം വീട്ടി കഴിഞ്ഞാൽ 9 ദിക്ർ നിസ്കാര ശേഷം ചൊല്ലണം. അതിന് ശേഷമാണ് ദുആ വരുന്നത്. നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, നമസ്കാരങ്ങളിൽ 3 നമസ്കാരങ്ങൾക്ക് ശേഷം മാത്രമേ, ശ്രദ്ധിക്കുക, 3 നമസ്കാരങ്ങൾക്ക് ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് 5 നേര നമസ്കാര ശേഷം സലാം വീട്ടി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ. അവിടെ മുതൽ ആരംഭിച്ച് ആയത്തുൽ കുർസി വരെയുള്ള ദിക്റുകൾ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ചൊല്ലാൻ പറഞ്ഞ എവിടെയാണെന്ന് അറിയുമോ? ദിക്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് 3 തവണ. അത് 3ാമത്തെ തവണ ശബ്ദം ഉയർത്തുകയും വേണം, നീട്ടുകയും വേണം. അത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ചെയ്യണം, ജമാഅത്ത് നിസ്കരിക്കുമ്പോഴും ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്, വിത്ർ നമസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയണ്ട. അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടത് നിർബന്ധ നിസ്കാര ശേഷം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാലും അസ്തഗ്ഫിറുല്ലാഹ് വേണ്ട. അതെന്താ? പ്രവാചകൻ അങ്ങനെ ചൊല്ലിയിട്ടില്ല, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പ്രത്യേക ദിക്റൊന്നും ഇല്ല, ഒരു ദിക്റും ഇല്ല, ഒരു തസ്ബീഹും ഇല്ല, ഒരു തഹ്ലീലും ഇല്ല. പിന്നെ അയാൾക്ക് വേണമെങ്കിൽ ഹദീസിൽ വന്ന സ്വഹീഹായ ദിക്റുകൾ ചൊല്ലാം. അപ്പൊ നമസ്കാരത്തിന് ശേഷം, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം 2 വിത്ർ നിസ്കാര ശേഷം പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ദിക്ർ എവിടെയെന്ന് അറിയുമോ? ളുഹാ നമസ്കാരത്തിന് ശേഷമാണ് ദിക്ർ ഉള്ളത്. ളുഹാ നിസ്കരിച്ചാൽ ദിക്ർ ചെല്ലണം. അതേതാ? നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അവിടെ ദിക്റുണ്ട്. ളുഹാ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ അതാണ്. ളുഹാ നിസ്കരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇശ്റാഖ് നിസ്കരിക്കുന്ന ആളുകൾ. അപ്പൊ ഈ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ദിക്ർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിർബന്ധമായ നമസ്കാര ശേഷമുള്ള ആ ദിക്റുകൾ ധാരാളം പ്രാധാന്യമുള്ളതും മഹത്വമുള്ളതും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങളുള്ളതാണ്. അപ്പൊ ആലോചിച്ചേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. എനിക്ക് നീ തൗഫീഖ് നൽകണമേ, അലാ ദിക്രിക നിന്നെ ഓർക്കാൻ, വശുക്രിക നിനക്ക് ശുക്ർ ചെയ്യാൻ, വഹസ്നി ഇബാദതിക
ഞാൻ നിനക്ക് ചെയ്യുന്ന ഇബാദത്ത് നന്നാക്കാൻ. പ്രാർത്ഥനയാണത്. പിന്നെ പറയുന്നത് എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. എനിക്ക് എന്തെങ്കിലും നീ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരാൻ ആർക്കും കഴിയില്ല. നീ എനിക്കെന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് തടയാനും കഴിയില്ല. വല്ലാത്തൊരു തവക്കുലാണത്. പിന്നെ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ ഓരോ ദിക്റുകൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ ജമാഅത്തിന് സമയം കണ്ടെത്തുന്ന നാം അതിനുശേഷം മാത്രമല്ല, അള്ളാഹുവിന്റെ മാലാഖമാര് പ്രാർത്ഥിക്കുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 വിഭാഗങ്ങളുണ്ട്. അതിൽ 2 വിഭാഗങ്ങളാണ്. ഒന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, ജമാഅത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് നമസ്കാര ശേഷം അതേ മുസല്ലയിൽ ഇരുന്ന് ഈ പറയപ്പെട്ടതായ പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറിയ ജീവിതമാണ്, വളരെ തുച്ഛമായ ജീവിതം. ഈ കിട്ടുന്ന ദിക്റുകളും തസ്ബീഹും തഹ്ലീലും ഇസ്തിഗ്ഫാറും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിസ്കാരത്തിന് വന്നിട്ട് ഒന്നാമത്തെ സലാം പള്ളിയിലും രണ്ടാമത്തെ സലാം റോഡിലുമാകുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് നിസ്കാര സമയത്ത് ഒരു കോള് വന്നാൽ നമ്മളത് സൈലന്റ് ആണ് കണ്ട്, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങൂല്ലേ? അള്ളാനെ പറഞ്ഞ ദുനിയാവിലേക്ക് പോവുകയാണ്. അത് അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാലും കുഴപ്പമില്ലല്ലോ. അരമണിക്കൂർ കഴിഞ്ഞാൽ കോൾ എടുത്താലും പ്രശ്നമില്ല. ഇത് സലാം വീട്ടും നിസ്കാരത്തിൽ കണ്ട ആ കോള് പെട്ടെന്നാണ് നമ്മൾ പടച്ചവനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത്. സലാം വീട്ടുക, നേരെ ചാടി ഇറങ്ങിയിട്ട് 1/4 മണിക്കൂർ ഈ സാധനം സംസാരിച്ചുകൊണ്ടിരിക്കും. എത്തിന് അത് പിന്നെ വിളിക്കാം. ആ റബ്ബുമായുള്ള ബന്ധം, പള്ളിയുമായുള്ള ബന്ധം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ? സങ്കടങ്ങൾ പറയാനില്ലേ? വിഷമങ്ങൾ പറയാനില്ലേ? രോഗങ്ങൾ, വേറെ ഒന്നും വേണ്ട. പടച്ചവനെ അപകടത്തിൽപ്പെടുത്തില്ലെന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ തരുന്ന നിഅമത്തുകൾ പിൻവലിക്കല്ലേ എന്ന് ദുആ ചെയ്യട്ടെ. അതിനുള്ള അവസരമാണ്, അത് ഉപയോഗപ്പെടുത്തണം. റഹ്മാനായ റബ്ബ് അങ്ങനെ ഈമാനോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته.